പൈശാചികദാസന്മാർ തലസ്ഥാനത്ത്. കൊട്ടാരക്കരയിലെ തന്റെ പൈശാചിക കൂട്ടായ്മയായ അൽ ഷഡാങ് മിനിസ്ട്രി പൊളിഞ്ഞതിനെ തുടർന്ന് കുപ്രസിദ്ധ വചനക്കൊള്ളക്കാരൻ സ്വയം പ്രഖ്യാപിത അപ്പോസ്തോലിയൻ ടിനു ജോർജ് പുതിയ മേച്ചിൽപ്പുറം തേടി തിരുവനന്തപുരത്തെത്തി. ഒറ്റയ്ക്ക് പരിപാടി ഇനി നടത്തിയാൽ ആളുകൾ കയറില്ല എന്നതുകൊണ്ട് ഉണ്ടക്കുഞ്ഞുമോനടക്കമുള്ള മറ്റ് പൈശാചികദാസന്മാരും ചേർന്ന് സംഘമായിട്ടാണ് പരിപാടി നടത്തുന്നത്. ഏതാണ്ട് ഒരു മാസത്തിന് മുമ്പ് തന്നെ ഇതിനായുള്ള ഫീൽഡ് വർക്ക് നഗരത്തിൽ ആരംഭിച്ചിരുന്നു. ഇതിന് മുന്നോടിയായി കഴിഞ്ഞ ഒരു മാസക്കാലമായി പാവപ്പെട്ട വീട്ടിലെ പണിയൊന്നുമില്ലാതിരിക്കുന്ന സ്ത്രീകളെ കൊണ്ടുവന്ന് ശാപ്പാടും കൊടുത്ത് തലസ്ഥാനത്ത് താമസിപ്പിച്ച് വീടാനന്തരം നോട്ടീസുമായി കയറി ഇറങ്ങുകയാണ്. തിരുവനന്തപുരം പോളിയോ ഹോം ഹാളിലാണ് ഇന്നു മുതൽ പൈശാചിക കൂട്ടായ്മ നടക്കുന്നത്. മുൻകാലങ്ങളിൽ അപ്പോസ്തോലിയൻ ടിനു വലിയ ഹൈടെക് രീതിയിൽ ഒറ്റയ്ക്കായിരുന്നു പരിപാടികൾ നടത്തിയിരുന്നത്. ഡെയിലി ടച്ചിന് ആളുകൾ വിളിച്ചാൽ പോകില്ലായിരുന്നു. ഇന്ന് ആര് വിളിച്ചാലും ഭാഗം തൂക്കിപ്പോകുന്ന അവസ്ഥയിലായി കാര്യങ്ങൾ. വീടാന്തരം കയറി ഇറങ്ങി രോഗികളുണ്ടെങ്കിൽ കൊണ്ടുവരണം, അത്ഭുത രോഗശാന്തി പരിപാടിയുണ്ട്, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെയും കൊണ്ടുവരണം, അവർക്ക് ഉന്നത വിജയം കിട്ടും, ജോലിയില്ലാതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർ വരണം, അവർക്ക് വിദേശത്ത് പോകുവാൻ അവസരം കിട്ടും എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് ഇവരുടെ ഉടായ്പ കൂട്ടായ്മയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത്. അവിടെ എത്തുന്നവരെ വിശദമായ കൗൺസിലിങ്ങിന് വിധേയമാക്കി അവരുടെ ആവശ്യങ്ങളും ബലഹീനതകളും രോഗവിവരങ്ങളുമെല്ലാം മനസ്സിലാക്കിയിട്ടായിരിക്കും തുടർ ചൂഷണങ്ങൾ നടത്തുക. 10 പേരെ തികച്ചു കിട്ടിയാൽ അവരെ കൊണ്ടൊരു മുറിയെടുപ്പിച്ച് ഒരു സഭയും ഇവർ ആരംഭിക്കും. ഇങ്ങനെ കാച്ചിന് പിരിച്ചു വെക്കുന്നത് പോലെയാണ് ചവ ഉണ്ടാക്കുന്നത്. സ്തോത്രകാഴ്ചയും വരുമാനത്തിൻ്റെ 10% ഇവന്മാരുടെ പ്രധാന വരുമാനം. ഇതിനു പുറമെ മറ്റു പിരിവുകളും. 20,000 രൂപ പ്രതിമാസ വരുമാനം ഉള്ളവർ 2,000 രൂപ ഇവർക്ക് ദശാംശമായി നൽകണം. പിന്നെ വിവിധ തരത്തിലുള്ള കവർ പിരിവുകളും സംഭാവനകളും, കൂടാതെ ആദ്യ ശമ്പളവും എന്നിങ്ങനെ പോകുന്നു ഇവരുടെ വരുമാന മാർഗങ്ങൾ. ഓരോ സ്ഥലത്തും നടക്കുന്ന പരിപാടികൾ ഏതെങ്കിലും മണ്ടന്മാരായ വിശ്വാസികളെ കൊണ്ട് ഇവർ സ്പോൺസർ ചെയ്യിക്കും. ചെയ്തു കഴിഞ്ഞാൽ മുടിഞ്ഞ അനുഗ്രഹമായിരിക്കും പിന്നങ്ങോട്ട് എന്നാണ് ഇവരുടെ പറച്ചിൽ. അതുപോലെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന വിവിധ വേദികളിൽ കുട്ടികളോടൊപ്പം എത്തുന്ന മാതാപിതാക്കളെ വലവിശിപ്പിടിച്ച് ഇവന്മാരുടെ പരിപാടികളിൽ എത്തിക്കുവാൻ വേണ്ടിയാണ് ഈ ദിവസം തന്നെ ഇവർ തിരുവനന്തപുരത്ത് പരിപാടി ആസൂത്രണം ചെയ്തത്. തങ്ങളുടെ കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും സമ്മാനം കിട്ടണം എന്നാഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ഇവരുടെ പൈശാചിക കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുവാൻ എത്തും എന്ന കണക്കുകൂട്ടലിലാണ് ഇവർ പരിപാടി ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കലോത്സവ നഗരിയുടെ വെളിയിൽ സകലമാന മതിലുകളിലും റിവൈവൽ എന്ന ഇവരുടെ ഉടായ്പ പരിപാടിയുടെ പോസ്റ്റർ നിറച്ച് ഒട്ടിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തലസ്ഥാന നിവാസികൾ ജാഗ്രതയിൽ. ഈ വെട്ടിക്കളികളുടെ പൈശാചിക കൂട്ടായ്മയിൽ പോയി വീടരുത്. ഇവരുടെ ഏജന്റുമാർ നിങ്ങളെ എങ്ങനെയെങ്കിലും പ്രലോഭിപ്പിച്ച് ഇവരുടെ പൈശാചിക കൂട്ടായ്മയിൽ കൊണ്ടുപോകുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. ഒരു സാധാരണ മനുഷ്യന് പിടിച്ചു നിൽക്കുവാൻ സാധിക്കാത്തവണ്ണമുള്ള പ്രലോഭനങ്ങളാണ് ഇവർ നൽകുന്നത്. ശ്രദ്ധിക്കുക. ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ഇവന്മാർ പറയുന്ന തീയതികളിൽ ഇവന്മാർ പറയുന്ന സ്ഥലങ്ങളിൽ പോകേണ്ടുന്ന കാര്യമുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. ഇത്രയും പരിശുദ്ധാത്മാ നൽവരമുള്ളവർ എന്തിനാണ് നിങ്ങളുടെ സ്തോത്രകാഴ്ചയും സഹായവും തെണ്ടുന്നത് എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. ദൈവത്തിന് പരസ്യത്തിന് ഇവന്മാർ ട്രാക്റ്റുകളുമായി വീടാനന്തരം കയറി ഇറങ്ങണോ എന്നും ആലോചിക്കുക. ഇവന്മാരുടെ പൈശാചിക കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ മാത്രം അനുഗ്രഹം കൊടുക്കുന്നത് എന്ത് ദൈവമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇവന്മാരുടെ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ അറിയേണ്ടുന്ന ഗതികേടുള്ള ഒരു ദൈവമാണോ നിങ്ങൾക്ക് ആശ്രയമാകാൻ പോകുന്നതെന്നും ആലോചിക്കുക. ഇത്രയുമൊക്കെ ആലോചിച്ചിട്ടും ഒരു പുട്ടും മനസ്സിലായില്ലെങ്കിൽ ചെന്ന് കയറിക്കൊടുക്കുക, കിട്ടുന്ന പണിയും മേടിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.